ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എവിടെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നത്? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രാഫ്, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഏതൊക്കെ രീതിയിൽ അതിലുണ്ടാകുന്ന പ്രോപ്പർട്ടീസൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡെറിവേഷൻ്റെ ആപ്ലിക്കേഷൻ രൂപത്തിലാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞു. സോ നമുക്കറിയാം, ചില ഫംഗ്ഷൻസ് എടുത്ത് നോക്കിയാൽ ചിലയിടത്ത് കാണാതെ ഇൻക്രീസ് ചെയ്യുന്നത് കാണാം, ചിലയിടത്ത് കാണാതെ ഡിക്രീസ് ചെയ്യുന്നത് കാണാം. അങ്ങനെ എവിടേക്കാണ് ആ ഫംഗ്ഷൻസ് ഇൻക്രീസ് ചെയ്യുന്നത്, എവിടേക്കാണ് ആ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇന്നത്തെ ടോപ്പിക് നോക്കുന്നത്. That is definition. Let f be a real valued function defined on an interval I and x naught belongs to I. അതായത് എഫ് നമ്മളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എടുത്തു, ഒരു ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആയിട്ട് എക്സ് നോട്ട് നമ്മൾ എടുത്തു. Then the function f is said to be increasing at x naught if there exists an interval ab containing x naught such that a less than x naught implies f of x less than f of x naught and x naught less than x less than b implies f of x greater than f of x naught. അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഒരു ഇൻ്റർവെലിനുള്ളിൽ അറ്റ് ദാറ്റ് പോയിന്റ് എക്സ് നോട്ടിൽ ഇൻക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഇൻക്രീസിങ് എന്ന് പറയാം, ആ ഫംഗ്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള കുറച്ച് പോയിന്റ്സിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂസ് നോക്കുക, റൈറ്റ് സൈഡിലേക്കുള്ള കുറച്ച് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് നോക്കുക, കുറച്ച് വാല്യൂസിൻ്റെ ഫംഗ്ഷൻസ് നോക്കുക. ആ രണ്ട് വാല്യൂസും, അതായത് ലെഫ്റ്റ് സൈഡത്തെ വാല്യൂസിനേക്കാളും റൈറ്റ് സൈഡത്തെ വാല്യൂസ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ പറ്റും, ആ ഫംഗ്ഷൻ ഇൻക്രീസ് ആണ്. അപ്പോൾ നമ്മൾ അറ്റ് ദാറ്റ് പോയിന്റ് എക്സ് നോട്ടിലെ ഫംഗ്ഷൻ ഇൻക്രീസ് എന്ന് പറയണമെങ്കിൽ ആ എക്സ് നോട്ട് എന്ന പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ എ ബി നമ്മൾ എടുത്തു. ദെൻ എ മുതൽ എക്സ് നോട്ട് വരെയുള്ള പോയിന്റ്സ് നമ്മൾ ഇട്ട് കൊടുത്തപ്പം ഫംഗ്ഷൻസ് എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാളും ചെറുതാണ്. ഇനി എക്സ് നോട്ട് മുതൽ ബി വരെയുള്ള പോയിന്റ്സ് നമ്മൾ ആ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാളും വലുതാണ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാളും ചെറുതായിരുന്നു ഈ എക്സ് നോട്ടിലെ താഴേക്കുള്ള പോയിന്റ്സ് എടുത്തപ്പോൾ എക്സ് നോട്ടിനേക്കാളും വലിയ പോയിന്റ്സ് നമ്മൾ ഇട്ടപ്പോൾ നമുക്ക് കിട്ടി എഫ് ഓഫ് എക്സ് നോട്ട് എന്താണ്, എഫ് ഓഫ് എക്സിനേക്കാളും ചെറുതായിട്ട് വന്നു. അത് ലെഫ്റ്റ് സൈഡിലെ വാല്യൂനേക്കാളും റൈറ്റ് സൈഡിലെ വാല്യൂസ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ പറ്റും, അറ്റ് ദാറ്റ് പോയിന്റ് എക്സ് നോട്ട് അത് ഇൻക്രീസിങ് ആയിരിക്കും. അതേപോലെ എന്താണ് ഡിക്രീസിങ്ങിൻ്റെ കേസ്, ലെഫ്റ്റ് സൈഡിൽ വലുതാണെങ്കിൽ റൈറ്റ് സൈഡിൽ ചെറുതാണ് അല്ലേ. Then the function f is said to be decreasing at x naught if there exists an interval ab containing x naught such that a less than x naught f of x greater than f of x naught and x naught less than x less than b f of x less than f of x naught. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് എക്സ് നോട്ട് വരെ എന്തായിരിക്കണം, വലുതായിരിക്കണം, എക്സ് നോട്ട് കഴിഞ്ഞാൽ ചെറുതായിരിക്കണം. അതാണ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് റിമാർക്ക് വരുന്നുണ്ട്. കൺസിഡർ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഗിവൺ ഇൻ ദി ഫിഗർ. നമുക്ക് ഈ ഫിഗർ തന്നിട്ടുള്ള ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫിൽ ഞാൻ കുറേ പോയിന്റ്സ് മാർക്ക് ചെയ്ത് എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൺ, എക്സ് ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ടു, എക്സ് ത്രീ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ത്രീ, എക്സ് ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഫോർ. ഈ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ എന്ന കറസ്പോണ്ടിങ് ആയിട്ട് ആ ഗ്രാഫിലുള്ള പോയിന്റ്സ് ഞാൻ റെഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പോയിന്റ്സ് നോക്കാം. എക്സ് വണ്ണിൽ നമ്മൾ ഗ്രാഫിക്കലി നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, അത് ഇൻക്രീസിങ് ആണ്. എക്സ് ടുവിൽ എന്താണ്, അതിലൊരു മാറ്റമില്ല. എക്സ് ത്രീയിൽ എന്താണ്, അത് ഡിക്രീസിങ് ആണ്. എക്സ് ഫോറിൽ എന്താണ്, അത് ഇൻക്രീസിങ് ആണ്. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എക്സ് വൺ ലെഫ്റ്റ് സൈഡിലേക്കുള്ള കുറച്ച് വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വണ്ണിനേക്കാളും ചെറിയ വാല്യൂസ് ആയിരിക്കും. എക്സ് വണ്ണിനേക്കാളും വലിയ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിനേക്കാളും വലിയ എഫ് ഓഫ് എക്സ് വണ്ണിനേക്കാളും വലിയ വാല്യൂസ് ആയിരിക്കും കിട്ടുക അല്ലേ. അതാണ് ഡെഫിനേഷൻ വെച്ച് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ദി അറ്റ് ദി പോയിന്റ് എക്സ് വൺ, അറ്റ് ദി പോയിന്റ് ആണ്, അറ്റ് ദി പോയിന്റ് എക്സ് വൺ എഫ് ഓഫ് എക്സ് എന്താണ്, ലെസ് ദാൻ എഫ് ഓഫ് എക്സ് വൺ ആണ് ഫോർ എക്സ് ജസ്റ്റ് ടു ദി ലെഫ്റ്റ് ഓഫ് എക്സ് വൺ, വൈൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് വൺ ആണ് എപ്പോൾ എക്സ് ജസ്റ്റ് ടു ദി റൈറ്റ് ഓഫ് ദി എക്സ് വൺ. അതേപോലെ തന്നെയാണ് എവിടെ വരിക, എക്സ് ഫോറിൻ്റെ കേസിന് വരിക. പക്ഷേ എക്സ് ത്രീൻ്റെ കേസ് നോക്കാം. എക്സ് ത്രീൻ്റെ കേസ് എന്താണ്, എക്സ് ത്രീൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് അതിൻ്റെ അടുത്തുള്ള പോയിന്റ്സ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ത്രീ ആണ്. റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്താണ്, എഫ് ഓഫ് എക്സ് ത്രീ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ത്രീ ആണ്. അപ്പോൾ എന്താണ്, അവിടെ ഡിക്രീസിങ് ആയിരിക്കും. പക്ഷേ ഈ എക്സ് ടുവിൻ്റെ കറസ്പോണ്ടിങ് എടുക്കുമ്പോൾ എന്താണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരു മാറ്റില്ല. അതുകൊണ്ട് എന്താണ്, ഇത് അത് ഇൻക്രീസിങ് അല്ല, ഡിക്രീസിങ് അല്ല. Okay, at the x2 the graph does not cross the horizontal line y equal f of x2 at the x2. Hence at x2 x is equal to x2 the function f is neither increasing nor decreasing. Then at the point x3 f of x എന്താണ്, greater than f of x3 ആണ് എപ്പോൾ for x just to the left of x3, while f of x less than f of x3 ആണ് എപ്പോൾ for x just to right of the x3. Hence the function f is decreasing at x3. x3ൻ്റെ കേസിൽ എന്താണ്, ലെഫ്റ്റ് സൈഡിൽ വലിയ വാല്യൂസ് ആണ്, റൈറ്റ് സൈഡിൽ ചെറിയ വാല്യൂസ് ആകുമ്പോൾ അത് ഡിക്രീസിങ് ആയിരിക്കും. സിമിലർലി വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഇസ് ഇൻക്രീസിങ് അറ്റ് എക്സ് ഫോർ. എക്സ് ഫോറിൻ്റെ കേസിൽ എന്തായിരിക്കും, അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. യൂസിങ് ആൾജിബ്ര എലോൺ ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് ഇൻക്രീസിങ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 ആൻഡ് ഈസ് ഡിക്രീസിങ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫ് വരയ്ക്കാതെ എന്ത് ചെയ്യണം, ആൾജിബ്ര യൂസ് ചെയ്ത് ഡെഫിനിഷൻ ഓഫ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിൽ അത് ഇൻക്രീസിങ് ആയിരിക്കണം, എക്സ് ഇസ് ഈക്വൽ ടു -1 3ൽ അത് ഇൻക്രീസിങ് ആയിരിക്കണം, -1 അത് ഡിക്രീസിങ് ആയിരിക്കണം എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്,
എക്സ് ഇസ് ഈക്വൾ ടു 3 ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൾ ടു 3 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവൽ നമ്മൾ കൺസിഡർ ചെയ്യണം. 3 കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവൽ ഏതാണ്? 2, 4. ഓക്കെ, കൺസിഡർ ദി ഇൻ്റർവൽ 2, 4 കണ്ടെയ്നിങ് 3. ഇത് നമ്മൾ എന്താണ് 2 to 3ഉം 3 to 4ഉം എടുക്കണം. അതിൻ്റെ ഇടയിലുള്ള ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ ഫംഗ്ഷൻ നമ്മൾ 2ഉം എക്സും 3 നമ്മൾ എന്ത് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ തരും 2 സ്ക്വയർ ഈക്വൾ 4 വരും, എക്സ് ഇടുമ്പോൾ എക്സ് സ്ക്വയർ വരും, ലെസ് ദാൻ 3 സ്ക്വയർ നമ്മൾ 9 വരും. അപ്പോൾ 4 ലെസ് ദാൻ എക്സ് സ്ക്വയർ ലെസ് ദാൻ 9 വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എന്താണ്? ലെസ് ദാൻ 9. 9 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 3 ആണ്. അത് എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് 3നേക്കാളും ചെറുതാണ്. ഇനി നമ്മൾ 3 to 4 എടുക്കുക. ദാറ്റ് ഈസ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 എടുക്കുമ്പോൾ 9 ലെസ് ദാൻ എക്സ് സ്ക്വയർ ലെസ് ദാൻ 16 വരും. അവിടെ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 9 വിച്ച് ഇസ് ഈക്വൾ എന്താണ്? എഫ് ഓഫ് 3 ആണ്. എഫ് ഓഫ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് 3 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ പോയിന്റ്സ് എടുത്തപ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 3നേക്കാളും ചെറുതാണ്. റൈറ്റ് സൈഡ് നിർത്തപ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 3നേക്കാളും വലുതാണ്. അത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകുന്നപ്പോൾ എന്താണ്? അവിടെ ഇൻക്രീസിങ് ആയിരിക്കും. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദി പോയിന്റ് എക്സ് ഇസ് ഈക്വൾ ടു 3. Then consider the interval -2, 0 containing -1. -1 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ -1 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവൽ നമ്മൾ -2, 0 എടുത്തു. ഇനി -2 മുതൽ -1 വരെ അതിൻ്റെ വാല്യൂസ് എന്താണ്? 1 ലെസ് ദാൻ എക്സ് സ്ക്വയർ ലെസ് ദാൻ 4 ആണ്. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. ദാറ്റ് ഈസ് 1 ആണ് എന്താണ്? എഫ് ഓഫ് -1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തുണ്ട്? എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് -1നേക്കാളും വലുതാണ്. ഇപ്പോൾ -2 മുതൽ -1 വരെ. ഇനി -2 മുതൽ 0 വരെ നമ്മൾ നോക്കുക. -1 മുതൽ 0 വരെ നമ്മൾ നോക്കുക. 0 ലെസ് ദാൻ എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 ഈക്വൾ ടു എഫ് ഓഫ് -1. അതായത് എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് -1നേക്കാളും വലുതാണ്. എവിടെ? -1 മുതൽ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ, അതായത് എഫ് ഓഫ് 1നേക്കാളും വലുതാണ് എന്ത്? എഫ് ഓഫ് എക്സ് വരുന്നത്. ഇവിടെ എന്താണ്? എഫ് ഓഫ് 1നേക്കാളും ഇവിടെ ഇനീക്വാലിറ്റി മാറിയിട്ടുണ്ട്. ഇവിടെ എക്സ് സ്ക്വയർ എന്താണ്? ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഇവിടെ ഗ്രേറ്റർ ദാനും ഇവിടെ ലെസ് ദാൻ ആണ്. ഇത് ഇനീക്വാലിറ്റി മാറ്റണേ. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ്, അത് മാറ്റുക. അപ്പോൾ എന്താണ്? അവിടെ എഫ് ഓഫ് എക്സ് 1 എന്താണ്? നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് 1 എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ അല്ല ലെസ് ദാൻ. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് -1. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് പോകാൻ എടുത്തപ്പോൾ ഗ്രേറ്റർ ദാനും വലിയ വാല്യൂസും, റൈറ്റിൽ നിന്ന് എടുത്തപ്പോൾ എന്താണ്? ചെറിയ വാല്യൂസും. വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകാനെന്നാണ് അത് ഡിക്രീസിങ് ആയിരിക്കും. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിങ് അറ്റ് ദി പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു -1. ദ നെക്സ്റ്റ് ടോപ്പിക്കാണ് ചേഞ്ച് ഇൻ സൈൻ ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ സൈനിൽ ഉണ്ടാകുന്ന മാറ്റം. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോവാം, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകാറുണ്ട് എന്താണ്? പോസിറ്റീവ് നിന്ന് ഒരു ഫംഗ്ഷൻ നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം എന്താണ്? അത് എന്തായാലും എക്സ് ആക്സിനെ കട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. എക്സ് ആക്സിനെ കട്ട് ചെയ്യാറുണ്ട് എന്താണ്? അവിടെ ആ വൈയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും അല്ലേ. Let f be a real valued function if the graph of the function f crosses the x-axis at x is equal to x0, then f of x0 equal to 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എഫ് എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോകുന്നത് x is equal to x0 ആണെങ്കിൽ എഫ് ഓഫ് x0 അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് നമുക്ക് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വലിയ വാല്യൂസിന് ചെറിയ വാല്യൂസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഗ്രാഫ് നോക്കുക, ഈ ഫംഗ്ഷൻ നോക്കുക. ഇവിടെ എന്താണ്? ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. അപ്പോൾ x0 എന്ന് പറഞ്ഞ പോയിന്റിൽ അതിൻ്റെ വാല്യൂസ് എന്താണ്? 0 ആണ്. അപ്പോൾ എഫ് ഓഫ് x1 അതിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ 0 ആണ്. പക്ഷേ നമ്മൾ ഇതിന് അതിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോയിന്റ്സ് എടുക്കുമ്പോൾ എന്താണ്? ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിംഗ് ആണ്. ഇനി x2ൻ്റെ കേസ് നോക്കുക, അവിടെ ഇൻക്രീസിംഗ് ആണ്. പക്ഷേ എന്താണ്? അത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നു. ആ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇൻക്രീസിംഗ് ആകുമ്പോൾ ഫംഗ്ഷൻ്റെ സൈൻ എങ്ങനെ മാറുന്നു, ഡിക്രീസിംഗ് ആകുമ്പോൾ ഫംഗ്ഷൻ്റെ സൈൻ എങ്ങനെ മാറുന്നു നോക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് എഫ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് സച്ച് ആൻ x0, ഒരു x0 എന്ന പോയിന്റ് എന്താണ്? എഫ് ഇൻക്രീസിംഗ് ആണ് എങ്കിൽ എഫ് ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നോട്ട് ചെയ്ത് വെക്കാം, നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ആയിരിക്കും. By definition, this occurs when f of x0 equals 0 and there is an open interval a b containing x0 such that a മുതൽ x0 വരെ എന്തായിരിക്കണം? അതിന് f of x ലെസ് ദാൻ 0 ആയിരിക്കും. x0 മുതൽ b എന്തായിരിക്കും? അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ലെസ് ദാൻ 0 ആണ് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 ആണ് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അതായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുമായിരിക്കും എന്ത്? അത് ഇൻക്രീസിങ് വരാം. ദെൻ എഫ് ഡിക്രീസിങ് ആവുന്ന കേസ് എന്താണ്? അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും പോവുക. എഫ് ചേഞ്ചസ് ഫ്രം സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അത് നമുക്ക് ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? എഫ് ഓഫ് x0 അത് 0 ആണ്. x0 0 ആകുമ്പോൾ x0 ലെഫ്റ്റ് സൈഡിലേക്ക് എന്തായിരിക്കണം? ഡിക്രീസിങ് ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് അത് വലിയ വാല്യൂസ് ആയിരിക്കണം. റൈറ്റ് സൈഡിലേക്ക് അത് ചെറിയ ആയിരിക്കും. അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത് എക്സ് കട്ട് ചെയ്ത് പോകാമെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ
ഇൻക്രീസ് ആണെങ്കിൽ എന്താണ് നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുള്ളൂ. എക്സ് ആക്സിനെ കട്ട് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്ന കേസ് എന്തായിരിക്കണം, അത് പോസിറ്റീവ് എന്ത് ചെയ്യും നെഗറ്റീവിലേക്ക് പോകുന്ന കേസിൽ അത് ഡിക്രീസ് ചെയ്യുള്ളൂ. നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകുന്നത് ഇൻക്രീസ് ആയിട്ട് വരും. സോ നമുക്ക് എന്താ പറയാൻ പറ്റും, നമ്മൾ എക്സ് നോട്ട് കണ്ടെയ്ൻസ് ഒരു ഇൻറ്റർവെൽ എ ബി എടുക്കുക സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എക്സ് നോട്ട് ലെസ് ദാൻ ബി എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹൂസ് ഗ്രാഫ് ഈസ് ഗിവൺ ബിലോ. ഈ ഗ്രാഫ് നോക്കാം. ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്, x1 x2 x3 x4 x5 x6 ആണ്. ഇവിടെ x1ഉം x3ഉം x6 നോക്കാം. ഇവിടുത്തെ കേസ് എന്താണ്, എല്ലാം എന്താണ് ഡിക്രീസിങ് ആയിട്ടാണ് പോകുന്നത്, അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു. ഇവിടെ എന്താണ് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകുന്നു, പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകുന്നു. x2ന്റെ x4ന്റെ കേസ് എടുക്കാം, നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകുന്നു, നെഗറ്റീവ് പോസിറ്റീവിലേക്ക് അവിടെ എന്താണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇനി x5ന്റെ കേസ് എടുക്കാം. x5ൽ എന്താണ് അത് ഓൺലി പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുന്നത്, അതുകൊണ്ട് എന്താണ് അതോടെ ഇൻക്രീസിംഗ് അല്ല ഡിക്രീസിംഗ് അല്ല. Okay, f of x is equal to 0 when x is equal to x1, x2, x3, x4, x5 and x6. From the graph, we can infer that f changes sign from positive to negative at x1, x3 and x6, and f changes sign from negative to positive when x2 and x4. But even though f of x5 എന്താണ് 0 ആണ്, പക്ഷേ എഫിന്റെ സൈൻ അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. That is the function increasing at x1, x2 and x6 and decreasing at x2 and x4. Okay, next example. Using only algebra, find the sign changes of the following functions. F of x is equal to x into x minus 2, h of z equal to z square minus 5z plus 6 എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കുക അല്ലേ, നമുക്ക് 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. എന്നാലും നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്, എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. കാരണം ഇതിന് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഒന്നെങ്കിൽ എക്സ് 0 തന്നെ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 തന്നെ. നമ്മൾ 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻറ്റർവെൽ നമ്മൾ എടുക്കുക, -1 1ഉം 2 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻറ്റർവെൽ നമ്മൾ എടുക്കുക, അതായത് 1ഉം 3 എടുക്കുക. അപ്പോൾ കൺസിഡർ -1 1 കണ്ടെയ്നിങ് 0. അപ്പോൾ ഒന്ന് എടുക്കുക. ഇനി -1 മുതൽ 0 വരെ നമ്മൾ വാല്യൂ ഇട്ട് എടുക്കുമ്പോൾ എക്സ് എന്താണ് ലെസ് ദാൻ 0 ആണ് അല്ലേ. -1 മുതൽ 0 വാല്യൂസ് നമ്മൾ എടുക്കുമ്പോൾ എക്സ് എന്താണ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ x മൈനസ് 2 എന്ത് വരും, ലെസ് ദാൻ 0 വരും. വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എന്ത് വരും, എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സും ലെസ് ദാൻ 0 ആണ്, എക്സ് മൈനസ് 2 ലെസ് ദാൻ 0 ആണ്. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എന്ത് വരും, ഗ്രേറ്റർ ദാൻ 0 വരും. ഇനി നമ്മൾ 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് എടുക്കുമ്പോൾ എക്സ് എന്താണ് പോസിറ്റീവ് ആണ്, എക്സ് മൈനസ് 2 എന്താണ് നെഗറ്റീവ് വരും. കാരണം എന്താണ് 1 വരെ എടുക്കുന്ന വാല്യൂ മാക്സിമം. അപ്പോൾ 1 മൈനസ് 2 ആണ് എന്തായാലും നെഗറ്റീവ് വരും. അപ്പം എഫ് ഓഫ് എക്സ് എന്ത് വരും, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ എന്താണ് അതിന്റെ പ്രൊഡക്റ്റ് നെഗറ്റീവ് വരും. ഹെൻസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്താണ് എഫ് എന്താണ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താണ് അത് ഡിക്രീസിങ് ആയിട്ട് വരും. ഇനി നമ്മൾ 1 3 എന്ന ഇൻറ്റർവെൽ 2 കണ്ടെയ്ൻ ഒരു ഇൻറ്റർവെൽ എടുക്കാം. അതും ഇതുപോലെ ചെക്ക് ചെയ്യുക. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എടുക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2ന്റെ കേസിൽ അപ്പോൾ എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എക്സ് മൈനസ് 2 എന്താണ് അവിടെ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ എക്സ് എന്താണ് 1നേക്കാളും കൂടുതലാണ്, എക്സ് മൈനസ് 2 എന്താണ് ലെസ് ദാൻ 0 ആണ്. സോ എഫ് ഓഫ് എക്സ് എന്തൊരു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 എന്തൊരു ലെസ് ദാൻ 0 വരും. കാരണം എന്താണ് ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് എന്തൊരു നെഗറ്റീവ് വരും. ആൻഡ് 2 മുതൽ 3 വരെയുള്ള ഇൻറ്റർവെൽ നമ്മൾ എടുക്കുക. അപ്പം എന്ത് വരും, എക്സ് ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 0 വരും. അവിടെ എക്സ് മൈനസ് 2 എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്, എക്സ് എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എന്താണ് രണ്ടും ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക എഫ് ഓഫ് എക്സ് എന്തൊരു ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് ഇവിടെ എഫ് മാറുന്നത്. സെൻസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ചേഞ്ചസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പറഞ്ഞാൽ അത് ഇൻക്രീസിങ് ആയിട്ട് വരും. Okay, then second question, the given function can be written as h of z equals z square minus 5z plus 6 ആണ്. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, z മൈനസ് 2 ഇൻറ്റു z മൈനസ് 3 ആക്കി മാറ്റാൻ പറ്റും. ഈ h of z എപ്പോഴാണ് 0 വരിക, z 0യും z ഈക്വൽ ടു 2ഉം z ഈക്വൽ ടു 3 ആകുമ്പോൾ ഇത് നമ്മൾ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇനി നമ്മൾ 2 കണ്ടെയ്ൻ ചെയ്യും 3 കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻറ്റർവെൽ നമ്മൾ സിമിലർ മാനർ എടുക്കുക. കൺസിഡർ 1 3 കണ്ടെയ്നിങ് 2. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കണ്ടെയ്ൻ നേരത്തെ എടുത്ത പോലെ 1 ലെസ് ദാൻ z ലെസ് ദാൻ 1 less than z less than 2, then z minus 2 എന്താണ് ലെസ് ദാൻ 0 ആണ്, z minus 3 എന്തായിരിക്കും ലെസ് ദാൻ 0 ആയിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നിന്ന് സെറ്റ് എടുക്കും. അപ്പോൾ എച്ച് ഓഫ് സെറ്റ് എന്ത് വരും, z minus 2 ലെസ് ദാൻ 0 ആണ്, z minus 3 ലെസ് ദാൻ 0 ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ത് വരും, പോസിറ്റീവ് ആയിട്ട് വരും. സോ എന്താണ് എച്ച് ഓഫ് സെറ്റ് അവിടെ എന്താണ് പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ 2 to 3 എടുക്കുക, അവിടെ z minus 2 ഗ്രേറ്റർ ദാൻ 0 ആണ്, z minus 3 എന്തായിട്ട് വരും, നെഗറ്റീവ് വരും. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയി മറ്റും അതിൻ്റെ പ്രൊഡക്റ്റ് എന്ത് വരും, ലെസ് ദാൻ 0. അതായത് x minus 2 z minus 3 എന്ത് വരും, ലെസ് ദാൻ 0 വരും. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആണ്. Hence at x is equal to 2, h changes from positive to negative. പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഡിക്രീസിങ് ആയിട്ട് വരും.
ദെൻ അതുപോലെ തന്നെ 3 കണ്ടേഴ്സ് ഇന്റർവെൽ 2 4 എടുക്കുക. സിമിലർ മാനർ നമ്മൾ എടുക്കുക. 2 z<z>3 എടുക്കുക. അവിടെ z-2 എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. z-3 എന്തായിട്ട് വരും ലെസ് ദാൻ 0 വരും. അപ്പോൾ അവിടെ h(z) എന്ത് വരും x-2 ഇൻറ്റു x അല്ല അവിടെ z-2 ഇൻറ്റു z-3 എന്തായിട്ട് മാറും ലെസ് ദാൻ 0 വരും. ആൻഡ് അതുപോലെ നമ്മൾ എന്തെടുക്കുക 3 z<4 എടുക്കുക. അവിടെ എന്താണ് z-2 എന്താണ് ഗ്രേറ്റർ ദാൻ 0 വരും. z-3 ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് രണ്ട് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പ്രൊഡക്റ്റ് വന്നൊരു പോസിറ്റീവ് വരും. അപ്പോൾ 3 എന്താണ് നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകും. നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകുന്ന ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ട് വരും. ഓക്കെ. Then remark, notice that the chosen interval AB containing x0 may have to be sufficiently small since a function which changes sign from positive to negative may later change back from negative to positive. അപ്പോൾ നമ്മൾ എടുത്തത് ഇന്റർവെലിന്റെ ലെങ്ത് 2 ആയിട്ട്, അത് 0 കണ്ടെയ്ൻ ചെയ്ത ഇന്റർവെൽ നമ്മൾ -1ഉം 1ഉം എടുത്തു. അത് ചിലപ്പോൾ അതിന്റെ 0.5ഉം -0.5 ഒക്കെ എന്താ ചിലപ്പോൾ സൈൻ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇന്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ശരിക്കും വായിച്ചു നോക്കുക. പ്രോബ്ലംസ് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക.